ഈ ലേഡി മറ്റൊരാളുടെ പാർക്കിംഗ് സ്പേസിൽ മനഃപൂർവ്വം കാർ പാർക്ക് ചെയ്യുന്നു. അതേസമയം ആ പാർക്കിംഗ് സ്പേസിന്റെ ഓണർ അവിടേക്ക് വരുന്നു. ആക്ച്വലി അയാൾ എല്ലാ മാസവും അതിനായി വലിയൊരു എമൗണ്ട് വാടക കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ ആ ലേഡിയെ വണ്ടി മാറ്റാൻ പറഞ്ഞ് ഹോൺ അടിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ആ ലേഡി അത് കാണാത്തതുപോലെ കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങുന്നു. വോങ്ങും കാറിന് പുറത്തിറങ്ങി ആ ലേഡിയെ സ്റ്റോപ്പ് ചെയ്ത് ഇത് തന്റെ പാർക്കിംഗ് സ്പേസ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ ആ ലേഡി വളരെയധികം അഹങ്കാരത്തോടെ ഇന്നു മുതൽ ഇത് എന്റെ പാർക്കിംഗ് സ്പേസ് ആണെന്ന് പറയുന്നു. അവർ തമ്മിൽ ഇതിനെ ചൊല്ലി തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വോങ്ങിന്റെ വൈഫ് അവിടേക്ക് വരുന്നു. പക്ഷെ അവർ ഈ പ്രശ്നത്തിൽ തലയിടാതെ ദൂരെ നിന്ന് ആരെയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അതേസമയം വോങ്ങിന്റെ മകൻ കോളേജിൽ നിന്ന് വരുന്നു. ആ ലേഡി സംസാരിക്കുന്നത് കേട്ട് അവൻ തന്റെ അച്ഛനെ സഹായിക്കാൻ വരുന്നു. പക്ഷെ ആ ലേഡി അപ്പോഴും അടങ്ങാതെ ആളുകളെ വിളിച്ചുകൂട്ടി അവർ രണ്ടുപേരും ആ ലേഡിയോട് മോശമായി പെരുമാറുന്നെന്ന് പറഞ്ഞ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പേടിച്ചുപോയ വോങ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മ വന്നെന്ന് പറഞ്ഞ് മകൻ കൈ കാണിക്കുന്നു. നോക്കുമ്പോൾ വോങ്ങിന്റെ വൈഫ് വലിയൊരു ടോ ട്രക്കുമായി അവിടേക്ക് വരുന്നു. എന്നിട്ട് ടോ ട്രക്ക് ആ ലേഡിയുടെ കാറിനടുത്തേക്ക് കൊണ്ടുവന്നതും ആ ലേഡി അവളെ പേടിപ്പിക്കുന്നതിനായി റോഡിൽ കയറിയിരുന്ന് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. പക്ഷേ വോങ്ങിന്റെ വൈഫ് അതൊന്നും കാര്യമാക്കാതെ വണ്ടി പിന്നോട്ടെടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ട്രക്ക് തന്റെ അടുത്തെത്തിയതും പേടിച്ചുപോയ ലേഡി കാർ മാറ്റാമെന്ന് പറയുന്നു. വോങ്ങിന്റെ വൈഫ് ഇനി മുതൽ നിന്റെ കാർ ഇവിടെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ ലേഡിയെ വാൺ ചെയ്യുന്നു.